ഇത്രയും മനോഹരമായ ഒരു ചെസ് പസിൽ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഇവിടെ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ജയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഒറ്റ നോട്ടത്തിൽ ഇവിടെ ബ്ലാക്ക് ഇവിടെ ചെക്ക് മേറ്റ് പല രീതിയിൽ ത്രെട്ടൻ ചെയ്യുന്നു. ഇവിടെ ക്യൂൻ H2 ചെക്ക് മേറ്റ് ആണ്, ക്യൂൻ H1 ചെക്ക് മേറ്റ് ആണ്. അതുമാത്രമല്ല നൈറ്റ് വന്ന് ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇവിടെ ബ്ലാക്ക് ആണ് കംപ്ലീറ്റ്ലി വിന്നിങ്. പക്ഷേ ഇവിടെ വൈറ്റ് പ്ലെയർ കളിക്കുന്ന ഒരു ബ്രില്യൻ കോമ്പിനേഷൻ ഉണ്ട്. നമുക്ക് എന്താണ് ആ കോമ്പിനേഷൻ നോക്കാം. ആദ്യം തന്നെ ക്യൂൻ വെച്ച ഒരു ചെക്ക്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്യൂവിനെ എടുക്കാം എടുക്കാതിരിക്കാം. അപ്പോൾ പലരും വീഡിയോസിൻ്റെ അടിയിലും പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ ക്യൂൻ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ആ സാക്രിഫൈസിന് ശേഷമുള്ള അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വേരിയേഷനാണ് പലരും കാണിച്ചു തരുന്നത്. എന്നാൽ ഈ ഒരു സാക്രിഫൈസ് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള വേരിയേഷനും കൂടെ കാണിച്ചു തരണമെന്ന് പലരും എന്നോട് പറയുകയുണ്ടായി. അതിൻ്റെ ഇതിൽ നമ്മൾ 2 വേരിയേഷനും ഇന്ന് കാണുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ക്യൂവിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ആദ്യം എടുത്തു കഴിഞ്ഞാലുള്ള വേരിയേഷൻ നമ്മൾ കാണാൻ പോവാണ്. പോൺ വെച്ച് ക്യൂവിനെ എടുത്തു കഴിയുമ്പോൾ ബിഷപ്പ് വെച്ച് ചെക്ക് വരും. കിങ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സാക്രിഫൈസ് ആയിട്ട് നൈറ്റ് ചെക്ക് വരും. അപ്പോൾ ഇവിടെ ഈ നൈറ്റിനെ വെട്ടിയെടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല, വേറെ മൂവ്സ് ഒന്നുമില്ല. ഇവിടെ പോൺ ടേക്സ് നൈറ്റ്, പോൺ വെച്ച് ചെക്ക്. അപ്പോൾ ഇതൊരു ചെക്ക് മേറ്റ് വേരിയേഷൻ പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂക്ക് ഒരു ഓപ്പൺ ഫയലിലും ബിഷപ്പ് ഒരു സ്ട്രോങ് ഡയഗണലിലും ഇരിക്കണം. അപ്പോൾ ഇതിനെതിരെ നടക്കാൻ ഒൺലി മൂവ് നൈറ്റിനെ ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആലോചിക്കും ഇനി എന്താണ് ഇവിടെ ത്രെട്ട്. ഇപ്പോൾ തൽക്കാലമുള്ള ത്രെട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ക്യൂവിനെ കൊടുത്തു, ഒരു നൈറ്റിനെ കൊടുത്തു. ഇനി എന്താണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്? വേറൊരു റൂക്കിനെയും കൂടെ കൊടുക്കുന്നു. റൂക്കിനെയും കൂടെ സാക്രിഫൈസ് ചെയ്ത് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ്. ഈ ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്ത് റൂക്കിന് പകരം റൂക്ക് കൊടുത്തിട്ട് ഒരു ബിഷപ്പിനെ എടുക്കുന്നു. അപ്പോൾ ഇവിടെയും വേറെ ഓപ്ഷനൊന്നുമില്ല, റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടിയെടുക്കുക. അപ്പോൾ ഇപ്പോൾ ആലോചിക്കും ഇപ്പോഴും ഇവിടെ എന്താണ് നേരിട്ടൊരു ചെക്ക് മേറ്റ് ഉള്ളത്. ഇവിടെയും സ്പോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ജസ്റ്റ് റൂക്ക് ടേക്സ് A6, വീണ്ടും ഒരു സാക്രിഫൈസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യുമെന്ന് നോക്കി ആലോചിച്ചാൽ മതി. ഒരു ക്യൂന്, ഒരു നൈറ്റ്, ഒരു റൂക്ക്, മറ്റേ റൂക്കും കൂടെ ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ബിഷപ്പ് G2 ചെക്ക്, ഓൺലി മൂവ് റൂക്ക് C6 ആണ്. ഇവിടെ ബിഷപ്പ് ടേക്സ് C6 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ എത്ര മനോഹരമായ ഒരു പസിലാണിത്. ഇവിടെ എത്ര പീസുകളെ ഇവിടെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് 2 റൂക്കും ക്യൂവിനെയും ബിഷപ്പിനെയും ക്യൂവിനെയും നൈറ്റിനെയും എല്ലാം കൂടെ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെക്ക് മേറ്റ് സംഭവിക്കുന്നത്. ഇനി ഞാൻ ആദ്യം പ്രോമിസ് ചെയ്ത പോലെ തന്നെ ക്യൂവിനെ എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചെക്കിന് ശേഷം ക്യൂവിനെ എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞ പോലെ വേണമെങ്കിൽ കിങ്ങിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയും ചെയ്യാം. എന്നാൽ കിങ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ സെയിം വേരിയേഷനാണ് നൈറ്റ് B6 ചെക്ക്, ഒൺലി മൂവ് ഇതാണ് A takes B6 ചെക്ക്. അപ്പോൾ റൂക്ക് വെച്ച് ചെക്കാണ്, നൈറ്റിന് ബ്ലോക്ക് ചെയ്യണം. ഇവിടെ ആദ്യം റൂക്ക് വെച്ച് റൂക്ക് ടേക്സ് A6 ചെക്കാണ് കളിക്കുന്നത്. നേരെ ആ ബിഷപ്പിനെ എടുക്കുന്ന നേരം റൂക്ക് ടേക്സ് A6 ചെക്ക് കളിക്കും. ഇവിടെ പോൺ വെച്ച് റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് റൂക്ക് ടേക്സ് ബിഷപ്പ് കളിക്കുന്നത്. റൂക്ക് ടേക്സ് റൂക്ക്, ബിഷപ്പ് G2 ചെക്ക്, റൂക്ക് വെച്ച് മറക്കുക എന്നല്ലാതെ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇവിടെ വേറെ ഒരു മൂവ് തന്നെ ഇല്ല. റൂക്ക് വെച്ച് മറിച്ച് കഴിയുമ്പോൾ റൂക്ക് ടേക്സ് C6 ചെക്ക് മേറ്റ് ആണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഈ ഒരു ക്യൂവിനെ ഉപയോഗിക്കേണ്ടി പോലും വന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും ക്യൂൻ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, ബിഷപ്പ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, പോണ് A7 കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ പൊസിഷനിൽ ചെക്ക് മേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പസിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.